ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമുക്കൊരു ബുദ്ധി തോന്നി, അന്നൊരു ബബിൾ ടീ കുടിച്ചാലോ. അങ്ങനെ തപ്പി 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 ഒരു കട കിട്ടി. ആ കടയുടെ പേരും ബബിൾ ടീ തന്നെയാണ്. അപ്പം ഞങ്ങളങ്ങനെ ലൊക്കേഷനിലെത്തി. ചെറിയൊരു കടയാണെങ്കിലും നല്ല ആംബിയൻസാണ്. അത്യാവശ്യം ലോ പ്രൈസുമാണ് ഐറ്റംസിന്. സിസ്ലിംഗ് ബ്രൗണിക്കൊക്കെ വെറും 90 രൂപയേ ഉള്ളൂ. പിന്നെ എല്ലാ ബബിൾ ടീക്കും 100 റുപ്പീസുമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സിസ്ലിംഗ് ബ്രൗണിയും അതുപോലെ ബോബ ടീയൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് പോര്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പ്രിയ ബേക്കറിക്ക് ഓപ്പോസിറ്റ്. അപ്പോൾ എൻ്റെ സിസ്ലിംഗ് ബ്രൗണി എത്തി, പിന്നെ എൻ്റെ ബോബ ടീയും എത്തി. ഹസ്ബൻഡ് ഈ ഫലൂടെയാണ് കഴിച്ചത്. റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റിക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് അതും അടിപൊളിയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഓണർ തന്നെയാണ് തിരക്ക് കൂടിയപ്പോൾ ഓർഡേഴ്സ് എടുക്കാൻ നിൽക്കുന്നതും. ഈ വയലറ്റ് കളർ ഡ്രസ്സ് ഇട്ട ചേച്ചിയാണ് കേട്ടോ ഇതിൻ്റെ വൺ ഓഫ് ദി ഓണർ. ആദ്യം ഹസ്ബൻഡ് കഴിച്ചു, പിന്നെ ഞാൻ എൻ്റെ സിസ്ലിംഗ് ബ്രൗണി ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ സിസ്ലിംഗ് ബ്രൗണി കഴിക്കണമെന്ന്. കുറേ നാളായിട്ട് വിചാരിക്കണം, പക്ഷെ നടന്നത് ഇപ്പോഴാണ്. ഈ ചൂടും തണുപ്പുമായിട്ടുള്ള കോംബോ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ആ ബ്രൗണിയുടെ ടേസ്റ്റും ചോക്കോ സിറപ്പിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഇവരുടെ ഓപ്പൺ കിച്ചണാണ്, അതുകൊണ്ട് തന്നെ ഹൈജീൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഹസ്ബൻഡിൻ്റെ ഇപ്പോഴും ഫലൂഡ തിന്നു തീർന്നിട്ടില്ല. ആളിപ്പോഴും ഫലൂഡയായിട്ട് മൽപ്പിടുത്തത്തിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട്സും നട്ട്സും ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഫലൂഡയിലുണ്ട്. പിന്നെ ഇവിടെ 2 അടിപൊളി പെയിൻറ്റിങ് ഉണ്ട്. ഒന്ന് ഇതും പിന്നെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ പെയിൻറ്റിങ്ങും. ഇത് രണ്ടും ഹാൻഡ് പെയിൻറ്റ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. ഇതാണ് അടുത്ത പെയിൻറ്റിങ്. രണ്ടും നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. പെയിൻറ്റിങ് കണ്ടിട്ട് ഞാൻ വാൾ പ്രിൻറ്റിങ് ആണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അല്ല, ആളുടെ ഒരു ഫ്രണ്ടായിട്ട് ഇത് വരച്ചതാണെന്നാണ് പറഞ്ഞത്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നത്തെ സ്പെഷ്യൽ മെനുവോടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കട വരുന്നത്. ഇനി ലൊക്കേഷൻ കറക്റ്റ് മനസ്സിലാവാനായിട്ട് ഇത് നോക്കിയാൽ മതി. പഴയ പ്രിയ ബേക്കറിയുടെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ വീട്ടിലേക്ക് പോവാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.